ഉം, ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മരണത്തെക്കുറിച്ചാണ്. ആൽബേർ കമു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിലെ ഒരേ ഒരു യഥാർത്ഥ ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ ആത്മഹത്യ ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അൺകംഫർട്ടബിളായിട്ട് തോന്നും. കാരണം അത് സ്വാഭാവികമാണ്. കാരണം സൂയിസൈഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജ് ആരോ ഒറ്റയ്ക്ക് ഇരുട്ടത്ത് ഒരക്ഷരം പോലും പറയാൻ പറ്റാതെ, ഉള്ളിലെ വിഷമവും ഭയവും ആരോടും പങ്കുവെക്കാതെ, പ്രിയപ്പെട്ടവർക്ക് ജീവിതം മുഴുവൻ മായാത്തൊരു വിഷമം നൽകിക്കൊണ്ട് പോകുന്ന മനുഷ്യരെ കുറിച്ചാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള മരണം അത് കുറവിലാണ്, അതിലൊരു സംശയമില്ല. നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ക്രൂരമായ കാര്യങ്ങളൊന്നാണ് അത്. മരണത്തേക്കാൾ പെയിൻഫുൾ ആകുന്നത് അവർ പിന്നിൽ ബാക്കി വെക്കുന്ന ആൻസർ ചെയ്യാൻ പറ്റാത്ത ആ സൈലൻസാണ്. ഞാനിവിടെ ഡെസ്പെയറിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതായിട്ട് തോന്നുമെങ്കിലും സത്യത്തിൽ ഞാൻ ശ്രമിക്കുന്നത് ഡിഗ്നിറ്റിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യൻ ഇതൊന്ന് ആലോചിച്ച് നോക്കും. ഒരു മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എനിക്കെൻ്റെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി തുടങ്ങി. എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറവാണ്, വേറെ ഒരു വഴിയും കാണുന്നില്ല. നിങ്ങളോടൊക്കെ എനിക്ക് സ്നേഹമാണ്, പക്ഷേ സഫറിങ് ചെയ്തുകൊണ്ടുള്ള ജീവിതത്തേക്കാൾ പീസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നത് പീസ്ഫുള്ളായൊരു മരണമാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയുന്ന മനുഷ്യർ അവർ മറ്റുള്ളവരെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവരോട് കാരണങ്ങൾ പറഞ്ഞ്, അവരോട് യാത്ര പറഞ്ഞ്, എന്നിട്ടാണ് അവർ മരണത്തിലേക്ക് കിടക്കുന്നത്. ഇത് സെൽഫിഷ്നെസ്സിൻ്റെ ഓപ്പോസിറ്റാണ്. ഒരു ഫൈനൽ ആക്ട് ഓഫ് ലവ് എന്നൊക്കെ വേണേൽ പറയാം. സങ്കല്പിച്ച് നോക്കൂ, ഒരാൾക്ക് ഒരു ടെർമിനൽ ഇൽനെസ്സാണ്. എല്ലാ ദിവസവും അയാൾ വേദന സഹിക്കുന്നുണ്ട്, ഉറക്കമില്ല, ശരീരം പതുക്കെ അയാൾ വിട്ടുപോകുന്നത് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് ഇതിന് ക്യൂറില്ല, ഇനി കുറച്ച് കാലം സഫർ ചെയ്യാമെന്ന് മാത്രമേ. അപ്പോൾ അവിടുത്തെ ഡിഗ്നിറ്റി എന്താണ്? മെഷീൻസിനോടും ട്യൂബിനോടും ഒക്കെ മല്ലടിച്ച് ഐസിയുവിൽ കിടക്കുന്നതും ബോധം പോലും ഇല്ലാതെ ശരീരം മാത്രം ജീവിച്ച് മരിക്കുന്നതോ? അതാണോ ഡിഗ്നിറ്റി? അതോ ഒരു ദിവസം ഒരു വേദന കുറവുള്ള ഒരു ദിവസം സ്വന്തം വീട്ടിൽ തനിക്കിഷ്ടമുള്ളവരെയൊക്കെ വിളിച്ചിരുത്തി അവരുടെ കൈ പിടിച്ച് സംസാരിച്ച് ചിരിച്ച് കരഞ്ഞ് യാത്ര പറഞ്ഞ് സ്വന്തം തീരുമാനത്തിൽ പോകുന്നതാണ് കുറച്ചുകൂടെ ഡിഗ്നിറ്റിയുള്ള കാര്യം. ഡ്രാമയില്ലാതെ, ഭയമില്ലാതെ. ഹോണസ്റ്റ്ലി ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് കൂടുതൽ ഹ്യൂമനായിട്ടുള്ള കാര്യം? ഓഫ് കോഴ്സ് നമ്മുടെ തീരുമാനം എടുത്ത് പോകുന്നതാണ്. ഇപ്പോൾ കോമയിൽ വർഷങ്ങളോളം കിടക്കുന്ന ചില മനുഷ്യരെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ വരും. അത് കേൾക്കുമ്പോൾ സത്യത്തിന് നല്ല സങ്കടം വരാറുണ്ട്. കാരണം ആ മനുഷ്യൻ പണ്ടേ പോയിട്ടുണ്ട്, പക്ഷേ ശരീരം ഇനിയും അവിടെ ഉണ്ട്. അതിനെയാണ് നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അങ്ങനെ കിടക്കുന്ന മനുഷ്യരെ ഫൈറ്റർ എന്ന് വിളിക്കും. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്കു വേണ്ടി ആരാണ് ഫൈറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ഒരു ജീവിതമാണോ? നമ്മൾ സർവൈവലിനെ തന്നെ ഒരു വെർച്യു ആക്കി വെച്ചിട്ടുണ്ട്. അതായത് സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രം സർവൈവ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രം സർവൈവ് ചെയ്യുന്നത് അതെന്ത് ട്രാജഡിയാണ്. ഒരു ദിവസം കഴിഞ്ഞ് വേറൊരു ദിവസം, ഒരു വർഷം കഴിഞ്ഞ് മറ്റൊരു വർഷം. എന്തിനു വേണ്ടി എന്ന് ആർക്കും അറിയത്തില്ല, ജസ്റ്റ് സർവൈവിങ്. അതിന് പലരും പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് കീപ് ഗ്രോയിങ്. പക്ഷേ ഈ ഗ്രോത്ത് ഫോർ ഗ്രോത്ത് സേക്ക് എന്നുള്ളത് ക്യാൻസർ സെല്ലിൻ്റെ പ്രോഗ്രാമിംഗ് ആണ്. പർപ്പസ് ഇല്ലാതെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, അതൊരു തരം ക്യാൻസറാണ്. ഞാൻ പറയുന്നത് ഗ്രോത്ത് തെറ്റാണ്, മാങ്ങയാണ് ചക്കയാണെന്നൊന്നുമല്ല. കംഫർട്ട് സോണൊക്കെ ലീവ് ചെയ്യണം, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അതൊക്കെ വേണം. പക്ഷേ നമ്മൾ ആ എൻലെസ് ചേസിൻ്റെ ഇടയിൽ ജീവിക്കാൻ നമ്മൾ മറന്നു പോകരുത്. ഈ ജീവിതം എന്ന് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, പക്ഷേ എന്താണ് ജീവിതമെന്ന് സത്യത്തിൽ ആർക്കും അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഫ്രീഡമാണെന്നാണ്. അതായത് നമ്മുടെ സ്വന്തം ടേംസിൽ ജീവിക്കാൻ കഴിയുന്നതാണ് ഫ്രീഡം. സ്വന്തം ടേംസിൽ മരിക്കാനും പറ്റണം. ഫ്രീ അല്ലാത്തൊരു ജീവിതം ശരിക്കും വർത്തിയാണ്. ജസ്റ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടി സർവൈവ് ചെയ്യുന്നത് വർത്തിയാണ്.
അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ജീവിതം എക്സ്പ്ലോർ ചെയ്യണം, എൻജോയ് ചെയ്യണം, പക്ഷേ അത് നമ്മുടെ സ്വന്തം ടേംസിലായിരിക്കണം. അതായത് ഞാൻ ഫ്രീ ആണെന്ന് തോന്നുന്നിടത്തോളം കാലം ഞാൻ ജീവിക്കണം, അത് മതി. പിന്നെ ഗ്രേസ്ഫുള്ളി മരിക്കാം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു പണ്ട് തൊട്ടേ ഉള്ളൊരു ഡിസിഷനാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ 5-6 കൊല്ലം മുമ്പുള്ള ഡയറി എടുത്തു നോക്കിയപ്പോൾ അതിലും ഇത് എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം എനിക്ക് പ്രായമാകും, ഒരുപക്ഷെ അതിനു മുമ്പ് മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും വരാം. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം, സ്വിമ്മിങ്ങിന് പോകാൻ പറ്റാത്ത അവസ്ഥ വരാം. ഇതൊക്കെ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമുണ്ടോ? അതായത് നമ്മുടെ സ്വന്തം ശരീരം പോലും നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് വഴങ്ങാത്തൊരവസ്ഥ വരാം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അന്ന് ഞാൻ ആ ഡിസിഷൻ എടുക്കും. എന്നെ ഇഷ്ടമുള്ള എല്ലാ മനുഷ്യരോടും എല്ലാവരോടും സംസാരിച്ച്, അതായത് എന്നെ മിസ്സ് ചെയ്യാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് മനുഷ്യരെയും വിളിച്ച് ഞാൻ സംസാരിക്കും. അവരോട് യാത്ര പറയും, അവരോട് എല്ലാം സമ്മതത്തോടു കൂടി, സന്തോഷത്തോടെ, സമാധാനത്തോടു കൂടി ലോകത്തോട് ഒരു ലാസ്റ്റ് ഗുഡ് ബൈ പറയും. ഇതാണ് എൻ്റെ ആഗ്രഹം. പിന്നെന്തോ പറയാനാണ്, അതെ, ഇതാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ ഹെൽത്തിയാണ്, അത്യാവശ്യം ഫ്രീ എന്നല്ല, ഫ്രീ ആണ്, ജീവിതം പീസ്ഫുള്ളാണ്, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എനിക്കങ്ങനെ മരണത്തിനോട് വലിയ ഭയമോ പേടിയോ ഒന്നുമില്ല. ഈ ക്ലാരിറ്റി പക്ഷേ മരണം ഇനിയും അടുത്തെത്താത്തത് കൊണ്ടായിരിക്കാം പറയാൻ മനസ്സിലായി. ചിലപ്പോൾ 60-ാം വയസ്സിൽ ഞാൻ ഒരുപക്ഷെ മരണത്തെ പേടിച്ചേക്കാം. അപ്പോൾ ഈ തീരുമാനം മാറുമോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല, മനുഷ്യരുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മാറാം. ഞാനിപ്പോൾ വിചാരിക്കുന്നത്, ഇപ്പോൾ ഈ ക്ലാരിറ്റി ഉള്ളപ്പോൾ ഇതാണ് എൻ്റെ തീരുമാനം. അതായത് ചുരുക്കി പറഞ്ഞാൽ, ജീവിക്കുമ്പോൾ നല്ലപോലെ ജീവിക്കുക, നല്ലപോലെ ജീവിക്കാൻ പറ്റാതായാൽ നല്ലപോലെ മരിക്കുക. അങ്ങനെ തന്നെ പോകാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് ഐ ഹോപ്പ്. ബൈ.